ശ്രീ ആർ വി ബാബു, സർക്കാർ നിലപാട് തിരുത്തും എന്നുള്ള സൂചനകൾ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. അതായത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കും, സുപ്രീം കോടതിയെ ഇക്കാര്യം അറിയിക്കും. എങ്ങനെ കാണാം? അല്ല, സർക്കാർ ആദ്യം ചെയ്യേണ്ടത് സർക്കാരിന്റെ അഫിഡാവിറ്റ് പിൻവലിക്കുക എന്നുള്ളതാണ്. ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കേസിൽ സർക്കാരിന്റെ നിലപാട് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാം, ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാം എന്നുള്ളതായിരുന്നു. അപ്പൊ ആ നിലപാട് തിരുത്തുക ആദ്യം തന്നെ. രണ്ട്, സർക്കാർ ഈ സമരവും യുവതി പ്രവേശനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് വിശ്വാസികൾ നടത്തിയിട്ടുള്ള സമരമുണ്ട്. ആ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ആ കേസുകളൊക്കെ പിൻവലിക്കണം. അപ്പോ അങ്ങനെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അയ്യപ്പ വിശ്വാസികൾക്കുണ്ടാക്കിയ മനോവിഷമത്തിനും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്കും മുഴുവൻ സർക്കാർ പിണറായി വിജയൻ മാപ്പ് പറയണം. അയ്യപ്പ വിശ്വാസികളോട്, ഹൈന്ദവ സമൂഹത്തോട് പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടത് അതെനിക്ക് പറ്റിയതാണ് എന്ന് മാപ്പ് പറയാനും ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ മാപ്പ് പറയണം. ഏതായാലും ഈ ഒരു വിഷയത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഹിന്ദു സമൂഹത്തിന്റെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ ഒരു ഗവൺമെന്റിനും കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത തരത്തിലേക്ക് ഹൈന്ദവ സമൂഹം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ജാഗരൂകരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ നിലനിൽപ്പ് അടുത്ത തവണ അധികാരത്തിൽ വരാൻ വേറൊരു വഴിയും കാണുന്നില്ല. ഹിന്ദുക്കളെ ഇനി പിടിക്കുക, ഹിന്ദുക്കളുടെ വോട്ട് തട്ടിയെടുക്കാൻ നോക്കുക എന്നല്ലാതെ വേറൊരു വഴിയും സർക്കാരിന് മുമ്പിലില്ല. അതായത് ശ്രീ ആർ വി ബാബു, അത്തരത്തിലൊരു തിരിച്ചറിവിലേക്ക് സർക്കാർ ഒടുവിലെത്തി. ഭക്തരുടെ വികാരം കാണാതെ, കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രത്തോളം പ്രതിഷേധം അലയടിക്കുമ്പോൾ സ്വാഭാവികമായും ആ നിലപാടുകൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു സർക്കാർ. അതേസമയം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭക്തരുടെ മേൽ ചുമത്തിയിട്ടുള്ള കേസുകൾ പിൻവലിക്കണം, മാപ്പ് പറയാൻ. കാരണം അത്രത്തോളം ക്രൂരതയാണ്, മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയാണ് പോലീസ് സംവിധാനങ്ങൾ ഭക്തരോട് കാണിച്ചത്. അവരോട് മാപ്പ് പറയാനും സർക്കാർ തയ്യാറാകണം, അല്ലേ? തീർച്ചയായും. കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭം, ആ 10,000-കണക്കിന് ആൾക്കാർ, അതില് ഈ സർക്കാർ എത്ര ചെറുപ്പക്കാരുടെ ഭാവിയാണ് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്? എത്ര യുവാക്കൾക്കാണ് അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോയത്? എത്ര യുവാക്കൾക്കാണ് സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടത്? പോലീസ് ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പലരെയും കേസിൽപ്പെടുത്തി അവരുടെ ഭാവി നശിപ്പിച്ച് അവരെ എന്നേക്കുമായിട്ട് തൊഴിൽ രഹിതരാക്കി മാറ്റിയ ഒരു സർക്കാരാണ്. അപ്പോ ആ സർക്കാർ നടത്തിയിട്ടുള്ള ക്രൂരതയ്ക്ക് തീർച്ചയായും സർക്കാർ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് പറയണം. ഒപ്പം തന്നെ ഈ കേസുകൾ മുഴുവൻ പിൻവലിച്ച് വിശ്വാസികളെ കുറ്റവിമുക്തരാക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കണം. ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, സർക്കാരിന്റെ ഈ നീക്കമെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. കേരളത്തിൽ ഭൂരിപക്ഷ സമൂഹം ഇടതുപക്ഷത്തു നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സർക്കാർ ഈ നിലപാട് മാറ്റം എടുക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ ഇനി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി ഈ വിഷയത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.